ഹായ് ഹലോ. ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ താഴത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോഴിക്കോടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ടൗണിൽ നിന്ന് കുറച്ച് മാറി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വരവുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അത് കാണാൻ വേണ്ടിയാണ് താഴോട്ട് വന്നത്. വലിയ വരവുകളും ആഘോഷങ്ങളും ഒക്കെ അങ്ങ് ടൗണിൽ വെച്ചിട്ടും പാളയത്ത് വെച്ചിട്ടൊക്കെ അടിപൊളി പരിപാടികളുണ്ടാകും. പക്ഷേ അത് കാണാൻ പോവാനായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നില്ല അന്ന് ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ചെണ്ടമേളവും പാട്ടും ഡാൻസും അതുപോലെ തന്നെ പിന്നെ താലവുമായിട്ട് പോകുന്ന ചേച്ചിമാരും അനിയത്തിമാരും കുട്ടികളും എല്ലാം ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു കൃഷ്ണന്മാരും ഉണ്ട് കേട്ടോ. എന്താ പറയുക, എടുത്ത് നടക്കുന്ന കൃഷ്ണനും നടക്കുന്ന കൃഷ്ണനും എല്ലാം ഉണ്ട്. എല്ലാ കൃഷ്ണന്മാരും ഭയങ്കര സന്തോഷത്തോടെ ഡാൻസൊക്കെ കളിച്ചിട്ടൊക്കെയാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്താ പറയുക, വണ്ടികളിലൊക്കെ ആയിട്ട് ഒരു 2-3 ഐറ്റം പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു ഘോഷയാത്ര നമ്മൾ വീടിൻ്റെ അടുത്തു നിന്നാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ടൗണിൽ വലിയ ഘോഷയാത്രയാണ് ഉണ്ടാകുന്നത്. നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരുന്നു. രാവിലെ പോയിട്ട് ഈ ഘോഷയാത്ര വരുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെയാണ് നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ടൗണിലേക്ക് ടച്ച് ചെയ്യാൻ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാത്രി ആയാലും വീട്ടിലെത്തിയില്ല, അത്രയും ബ്ലോക്കായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൻ്റെ അടുത്തൂടെ പോകുന്ന ഈ അടിപൊളി വരവ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന്. നിങ്ങൾ കണ്ടില്ലേ, ഓരോരോ വേഷങ്ങളൊക്കെ കെട്ടി ഓരോരോ പണ്ടത്തെ കഥകളിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഓരോരോ ഇതിലാണ് കൃഷ്ണന്മാരെ വേഷമിടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കൃഷ്ണന്മാരുടെ കൂടെയും അവരുടെ അമ്മയും ആളുകളും എല്ലാവരും ഉണ്ട് കേട്ടോ. രാധമാരും എല്ലാവരും ഉണ്ട്.